ഓണവും കഴിഞ്ഞു, നബിദിനവും കഴിഞ്ഞു. അതിന്റെ ആഘോഷങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടാണ്, മുസ്ലിം സുഹൃത്തുക്കളോട് മാത്രമാണ്. ഓണത്തിന് മുസ്ലിം പെൺകുട്ടികൾ പബ്ലിക്കിൽ ഡാൻസ് കളിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് വന്നിരുന്നു. അതിനെതിരെയൊക്കെ ഉസ്താദുമാർ ശക്തമായ ഭാഷയിൽ അതിനൊക്കെ എതിർത്തിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ഉസ്താദുമാർ അത് എതിർക്കേണ്ടതാണ്. പെൺകുട്ടികൾ പബ്ലിക്കിൽ, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ ഈ മൂടും മൂലം കൊലക്കി ഡാൻസ് കളിച്ചിട്ട് അവർ തന്നെ ഒരു പ്രദർശന വസ്തുവായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എതിർക്കേണ്ടതാണ്. ഇസ്ലാം മതം യാതൊരു തരത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വ്യക്തിപരമായി ഞാനും അതിനോട് യോജിക്കുന്നില്ല, തീർച്ചയായിട്ടും. പക്ഷെ ഉസ്താദുമാർ, ഇതാ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ? ഇതാ ഈ വീഡിയോ ഒന്ന് കാണും. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, കേരളത്തിൽ പലയിടത്തും ഇത് നടക്കുന്നുണ്ട്. നബിദിനം എന്നതിന്റെ പേരിൽ DJ വെച്ച് പെൺകുട്ടികൾ കളിക്കുന്നതാ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് വരും കാലങ്ങളിൽ കൂടിക്കൂടി വരും, ഇല്ലേ? ഈ പെൺകുട്ടികളൊക്കെ തന്നെയാണ് കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോൾ ഈ ഓണത്തിനൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഓണത്തിന് ആഘോഷിക്കുന്നത് നമ്മൾ എതിർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയെ നമ്മൾ എതിർക്കേണ്ടതില്ലേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ മോശപ്പെടുത്താനോ പറയുന്നതല്ല. ഓണത്തിന് ഡാൻസ് കളിക്കുമ്പോൾ അത് തെറ്റും, നബിദിനത്തിന് കളിക്കുമ്പോൾ അതൊരു പുണ്യകർമ്മമായി മാറുമോ? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ പോലീസ് കയറിയിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കി, അല്ലേ? പല ആളുകളും പറയുന്നു പോലീസ് ഷൂസ് ഇട്ട് കയറിയത് ശരിയായില്ല എന്ന്. ഷൂസൊക്കെ പുറത്ത് അഴിച്ചു വെച്ചിട്ട് ഒന്നെടുത്ത് കയറാൻ അവരാരും നിസ്കരിക്കാൻ വന്നവരല്ല. ഒന്ന് ആലോചിച്ചാൽ മതി, ആ പള്ളി കമ്മിറ്റിക്കാരുടെ പോരായ്മ കൊണ്ടല്ല അവിടെ പോലീസ് കയറിയത്. അത് അവർ കൂട്ടിയാൽ കൂടാത്തോണ്ടല്ലേ? ഈ ഇരിക്കുന്ന ആളുകളിൽ, ഈ പള്ളി കമ്മിറ്റി ആയിട്ടുള്ള ആളുകളിൽ ഏകദേശം എല്ലാ ആളുകളും ഒരു വക്ത് പോലും കഥാതെ എല്ലാ വക്തിനും മുന്നിലെ സൊഫിലിരിക്കുന്ന ആളുകളാണ്. എല്ലാത്തിനും നെറ്റിയിൽ നിസ്കാരത്തായ്പ ഉണ്ടാവും. എന്നിട്ടാണ് ഈ പരിപാടി. വരുമാനമുള്ള പള്ളിയായിരിക്കും, അധികാരത്തിനും സ്വത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പരിപാടിയാണ്. ആലോചിച്ചാൽ അറിയാം, എല്ലാവരും വലിയ ആലിമ്യങ്ങളാണ്, വലിയ പണ്ഡിതന്മാരാണ്. ഈ കാര്യങ്ങളെ കുറിച്ചുകൂടി ഈ ഉസ്താദ്മാരൊക്കെ പ്രസംഗിക്കട്ടെ സോഷ്യൽ മീഡിയയിൽ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ആദ്യം നമ്മുടെ ഉമ്മറ നന്നാക്കിയിട്ട് പോരെ നമുക്ക് ആരാന്റെ പിന്നാമ്പുറം നന്നാക്കല്.